എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് അള്ളുപാറയുടെ അടിയിലാണ്. നമുക്ക് രണ്ട് തീയെല്ലാം കൂട്ടി രണ്ട് കപ്പ ചുട്ടില്ല. അപ്പൊ ഞങ്ങള് കപ്പ ചുട്ടില്ല കപ്പയാകുമ്പോഴത്തേനും നമുക്കൊന്ന് മൂട്ടിപ്പോയി കിട്ടുന്നു. ഇതാണ് മൂട്ടിപ്പഴം അല്ലേ? ഇതിന്റെ ഉള്ളിലുള്ള ഫലം നമുക്ക് കഴിക്കാൻ ഉപയോഗിക്കാം. ഇതിന്റെ ചുവന്ന സാധനം ഈ തൊലി അച്ചാറിടാൻ വളരെ ബെസ്റ്റാണ്. ഇത് ഈ പശ്ചിമഘട്ട മേഖലകളിലൊക്കെ കാണപ്പെടുന്ന ഒരു നിത്യഹരിത വൃക്ഷമാണ്. അതതിന്റെ വേറെ പ്രത്യേകത. നിത്യഹരിത ഇല കൊഴിയില്ല. ഇതെല്ലാ സമയത്തും തണലായിരിക്കും. നിത്യഹരിത വൃക്ഷമാണ്. അപ്പം വിനോദേട്ടൻ അങ്ങോട്ട് കപ്പ നോക്കാൻ പോയിട്ടുണ്ട്. നമുക്ക് കപ്പ ആയത് പോയി നോക്കാം. നമ്മുടെ കപ്പ റെഡി ആയില്ലേ? കപ്പ റെഡി ആയിട്ട് തോന്നുന്നു. നമുക്ക് എടുത്താലോ? അതല്ലേ മനോഹരമായിട്ടായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. കഴിച്ചു നോക്കാം. കപ്പ ചുട്ടത് കുറേ വർഷങ്ങൾക്ക് ശേഷം അടിപൊളിയാട്ടോ. അത് അടിപൊളിയാണ്. ഇതിലെ പഴയ ഓർമ്മകളൊക്കെ നമുക്ക് തരികയാണ്. കേട്ടോ അപ്പൊ എന്തായാലും പാറയൊക്കെ കണ്ടു, അടിപൊളി മനോഹരമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം കൂടെ പോയി കണ്ടു അല്ലേ? നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം വെള്ളച്ചാട്ടത്തിൽ വെള്ളം കുറവായിരുന്നു. ഇപ്പൊ 2 ദിവസമായിട്ട് നല്ല മഴയുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ടോ നോക്കിയിട്ട് വരാം. നല്ല അട്ടകടിയാണ് ഇവിടെ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല വെള്ളച്ചാട്ടമാണ്. അപ്പം പുറത്തുനിന്നെല്ലാം വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ പാറയ്ക്ക് നല്ല തെന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അപകട സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഞങ്ങൾ ഇതിലേക്ക് കയറി പോകുന്നത് ഞങ്ങൾ ഇവിടെ ഉള്ള ആൾക്കാരായതുകൊണ്ടാണ്. അപ്പോൾ വരുന്ന ആൾക്കാർ അവനവരുടെ ജീവനാണ്, അവനവർ തന്നെ ശ്രദ്ധിക്കണം. യാതൊരുവിധ സേഫ്റ്റി കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അടുത്ത വെള്ളച്ചാട്ടമായി
3 വെള്ളച്ചാട്ടം നീ കാണുന്ന വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിനകത്തോട്ടാ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. അപ്പോൾ ഇനിയും നല്ല വീഡിയോകളുമായിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനിയും കാണുന്നവരെ ബൈ.